നമസ്കാരം. കാനഡയിലെ പരിശീലനത്തിനിടെ ചെറുവിമാനങ്ങൾ കൂട്ടിയിടിച്ച് മരിച്ച ശ്രീഹരി സുകേഷിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കും. ജൂലൈ 26-ന് നാട്ടിലെത്തിക്കുമെന്നാണ് വിവരം. ടൊറന്റോയിലുള്ള ഇന്ത്യൻ കോൺസുലേറ്റ് ജനറൽ ഗിരീഷ് ജുനേജയാണ് ഇക്കാര്യം സംസ്ഥാന സർക്കാരിന്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി പ്രൊഫസർ KV തോമസിനെ അറിയിച്ചത്. ആകാശത്ത് തന്റെ സ്വപ്നങ്ങൾ ബാക്കിയാക്കി ശ്രീഹരി സുകേഷ് എന്ന 23-കാരൻ വിട പറയുമ്പോൾ ഇല്ലാതാകുന്നത് ഒരു കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷകളാണ്. ആവശ്യമായ രേഖകളെല്ലാം സമർപ്പിച്ച് NOCക്കുള്ള നടപടികളും പൂർത്തിയാക്കിയിട്ടുണ്ട്. ജൂലൈ 24-ന് ടൊറന്റോയിൽ നിന്നും പുറപ്പെടുന്ന AI-188 വിമാനത്തിൽ മൃതദേഹം 25-ന് ഉച്ചയ്ക്ക് 2:40-ന് ഡൽഹിയിലെത്തിക്കും. 26-ന് 8:10-നുള്ള AI-8333 നമ്പർ വിമാനത്തിൽ മൃതദേഹം ഡൽഹിയിൽ നിന്നും കൊച്ചിയിലെത്തിക്കും. ജൂലൈ 8-ന് കാനഡയിലെ മാനിറ്റോബയിൽ സ്റ്റെൻബാക്ക് സൗത്ത് എയർപോർട്ടിനടുത്ത് പ്രാദേശിക സമയം ചൊവ്വാഴ്ച രാവിലെ 8:45-ഓടെയായിരുന്നു അപകടം. പരിശീലന പറക്കലിനിടെ സഹപാഠി സാവന്ന മെയ്റോസിന്റെയും ശ്രീഹരിയുടെ വിമാനങ്ങൾ ആകാശത്ത് കൂട്ടിയിടിക്കുകയായിരുന്നു. തീപിടിച്ച വിമാനങ്ങൾ എയർ സ്ട്രിപ്പിന് പുറത്ത് വയലിൽ തകർന്നു വീണു. ഹാർവസ്റ്റ് എയർ പൈലറ്റ് ട്രെയിനിംഗ് സ്കൂൾ വിദ്യാർത്ഥികളായ ഇരുവരും വിമാനങ്ങൾ ടേക്ക് ഓഫ് ചെയ്യാനും ലാൻഡ് ചെയ്യാനും പരിശീലിക്കുന്നതിനിടയിലായിരുന്നു ദുരന്തം. സ്വകാര്യ പൈലറ്റ് ലൈസൻസ് നേടിയ ശ്രീഹരി കൊമേഴ്സ്യൽ ലൈസൻസിനുള്ള പരിശീലനത്തിലായിരുന്നു. ഇതിനിടയിലാണ് ദുരന്തമുണ്ടായത്. സെൻട്രൽ ബാങ്ക് ഉദ്യോഗസ്ഥൻ സുകേഷിന്റെയും UST ഗ്ലോബൽ ഉദ്യോഗസ്ഥ ദീപയുടെയും മകനാണ്. സംയുക്തയാണ് സഹോദരി. ശ്രീഹരി സുകേഷിന്റെ മരണം ഇപ്പോഴും കുടുംബത്തിന് വിശ്വസിക്കാനായിട്ടില്ല. തിരുവനന്തപുരം സ്വദേശികളായ സുകേഷും ദീപയും തൃപ്പൂണിത്തറയിലെ ഫ്ളാറ്റിൽ താമസമാക്കിയിട്ട് 10 വർഷത്തിലേറെയായി. ശ്രീഹരി മാനിറ്റോബയിൽ ഫ്ലൈയിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊമേഴ്സ്യൽ പൈലറ്റ് ലൈസൻസിന് വേണ്ടിയുള്ള പരിശീലനത്തിലുമായിരുന്നു. വിമാനം ടേക്ക് ഓഫ് ചെയ്യാനും ലാൻഡ് ചെയ്യാനും പരിശീലിക്കുന്നതിനിടയിലായിരുന്നു അപകടമുണ്ടായത്. ഇരുവരും നിയന്ത്രിച്ചിരുന്ന ചെറു പരിശീലന വിമാനം പരസ്പരം മുഖാമുഖം വരികയായിരുന്നു. ആശയവിനിമയ സംവിധാനങ്ങളിലെ പിഴവ് മൂലം 2 പൈലറ്റ്മാർക്കും എതിർദിശയിലെത്തിയ വിമാനം കാണാനായില്ലെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ.